ഇന്ന് പതിവ് പോലെ തന്നെ കാലത്ത് എണീറ്റപ്പോൾ അമ്മൂട്ടിക്ക് കുറേ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂട്ടി എണീറ്റ് പഠിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിവിടെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക നെഞ്ചെരിച്ചിൽ പോലെ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് അമ്മൂട്ടിയുടെ പഠനം കഴിഞ്ഞപ്പോൾ ബുക്ക് ഞാൻ തരാൻ പറഞ്ഞു. അപ്പോൾ അവൾ ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ LSSൻ്റെ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അവൾക്കിന്ന് ചെറിയൊരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചോദ്യോത്തരങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവർ ഇന്നലെ എത്തിയിട്ടോ അവിടെ വണ്ടർലയിൽ പോയിട്ട്. അപ്പോൾ വണ്ടർലയിൽ അടിച്ച് പൊളിച്ചവർ അവർ രാത്രി 10-11 മണി 12 മണിയൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട്. അന്തിക്കാടാണ് എത്തിയപ്പോൾ. പിന്നെ പിറ്റേ ദിവസം അവർ നമ്മുടെ അവിടേക്ക് വന്നു കേട്ടോ, ഇവിടേക്ക് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ 8 മണി വരെ ഞങ്ങളുടെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. റെയിൻ ഡാൻസും അതുപോലെ റൈഡുകളിൽ കളിയും അടിപൊളിയായിട്ട് അവർ അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു കേട്ടോ. നല്ല സൂപ്പർബായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് തന്നെ ഇതാണ് നമ്മുടെ പരിപാടി, അമ്മൂട്ടിയുടെ പഠനം. എന്നും നമ്മൾ കാണുന്നത് തന്നെയല്ലേ അല്ലേ, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചൊക്കെ എങ്ങനെ പോണു? എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് അപ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിന്ന് കാലത്ത് ചപ്പാത്തിയും അതുപോലെ തന്നെ കറിയാണ്. അപ്പോൾ അത് അമ്മ അവിടെ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വീട്ടിൽ കടച്ചക്കയാണോ? അതെ, കടച്ചക്ക എന്നാണ് നമ്മൾ പറയാം കേട്ടോ. അപ്പം അത് ഉണ്ട്. അപ്പം അത് നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഉച്ചയ്ക്കിലേക്ക് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് പറയുക? ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച കേട്ടോ കടച്ചക്ക. അപ്പോൾ അതേ നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട്, കടച്ചക്ക തോരൻ. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്, ഉച്ചയ്ക്കിലേക്കാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ സൂസി പ്രഗ്നൻ്റ് ആണ്, വയറൊക്കെ അങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സൂസിക്ക് മാത്രം ഒരു വിറ്റമിൻസിൻ്റെ ഒരു എന്താ പറയുക മരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് പാലിൽ 2.5 ml മരുന്ന് കൊടുക്കണ്ട. അപ്പോൾ അവൾക്ക് തന്നെ കൊടുത്ത് അവൾ കുടിക്കണില്ല. അപ്പം നമ്മളെ കുറച്ചൊന്ന് പ്രഷർ ചെയ്ത് വേണം കൊടുക്കാൻ. കാരണം ഇതിനൊരു ചെറിയ കയ്പ്പുണ്ട്. പക്ഷെ അവൾക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് പ്രോട്ടീൻസൊക്കെ കിട്ടണത് നല്ലതല്ല. അപ്പം ഞാൻ അവളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഫില്ലറിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്, അതായത് സിറിഞ്ചിലാക്കിയിട്ട്. അപ്പോൾ അതിങ്ങനെ കുടിക്കും, പക്ഷെ അവൾ ബലം പിടിച്ചിട്ട് ഓടും. അതൊരു കയ്പുള്ള കാരണേ. പാലിലാണ് കൊടുക്കണത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരങ്ങനെ കെട്ടിയിട്ടത് കൊണ്ട് ചിലർക്ക് ഭയങ്കര വിഷമം തോന്നും. പക്ഷെ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കിറ്റൻസിനെ ഇങ്ങനെ കെട്ടിയിട്ടത്. കാരണം എന്താ വെച്ചാൽ പല പല സ്ഥലങ്ങളിൽ നിന്നാണ് അവരെ കിട്ടണതേ. അഴിച്ചു വിടുമ്പോൾ അവരൊരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ല വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളൊക്കെ പറമ്പൊക്കെ പോയി തപ്പി തിരഞ്ഞ് ഞങ്ങൾ ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നിട്ടൊക്കെയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ചിലർക്ക് വിഷമം തോന്നും. അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആട്ടോ. പക്ഷെ ചെറിയ കയറൊന്നുമല്ല, അത്യാവശ്യം അവർക്ക് നമ്മുടെ ബാക്ക് സൈഡ് ഫുള്ള് നടക്കാൻ പറ്റണ അത്രയ്ക്ക് വലിയ വലിപ്പമുള്ള കയറാണ്. അപ്പോൾ അതേ നമുക്ക് നമ്മുടെ സൂസിക്കുട്ടിയുടെ വയറ് കാണണ്ടേ, കുഞ്ഞാവളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം വലിയ വയറായിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല പാവമായി. ഇപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഇണക്കമില്ലാത്തൊരു ടൈപ്പായിരുന്നു. ഇപ്പോൾ ഗർഭിണിയായി തുടങ്ങിയപ്പോൾ ഭയങ്കര ഇണക്കായി. എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. അങ്ങനെ അപ്പോൾ അവൾക്ക് ഞാൻ മരുന്ന് കൊടുത്തു. നെക്സ്റ്റ് ഫുഡ് കൊടുത്തു കേട്ടോ. മരുന്ന് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കൊടുത്തു. നമ്മുടെ ബില്ലച്ചൻ ഫുഡ് കഴിക്കണണ്ട പാത്രത്തിൽ കയറിയിരുന്നിട്ട്. അവനെപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ പാത്രത്തിൻ്റെ ഈ അറ്റത്തുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് കൈയും കാലൊക്കെ പാത്രത്തിലേക്ക് കയറ്റി വയ്ക്കും, തലടക്കം. എന്നിട്ട് ആ തുമ്പത്തുള്ളതൊക്കെ ഇങ്ങനെ ഇരുന്ന് വട്ടം കറങ്ങി കഴിച്ചിട്ട് അവൻ ഇരിക്കുന്ന ഭാഗത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കും. അങ്ങനെയാണ് അവൻ്റെ ഫുഡ് അടിക്കൽ. നോക്കി അപ്പോൾ നമ്മുടെ അമ്മൂട്ടിയുടെ കുക്കിംഗ് ആയിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. മുട്ട നമ്മളിങ്ങനെ തക്കാളി ചമ്മന്തി മാതിരി ഉണ്ടാക്കിയില്ല, അതിലേക്ക് മുട്ട അങ്ങനെ കൊത്തിപ്പൊരിച്ചിട്ട് കൊടുക്കണതാണ്. അപ്പോൾ അമ്മൂട്ടി മുട്ട പൊരിക്കാനൊക്കെ തന്നെ ചെയ്യും. അപ്പോൾ കുറച്ച് പേടിയുണ്ട്, എന്നാലും ഒരാൾ നിൽക്കണമെങ്കിൽ ചെയ്യും. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനത്തെ കാര്യമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവളത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവൾ പോയിട്ട് കഴിക്കാമെന്ന്. കാരണം
അവളുടെ കുറച്ച് കാര്യങ്ങൾ അവൾ വന്ന് അവൾക്കാണെങ്കിൽ ഒരു സുഖമില്ലായ്മയുണ്ട്. കാരണം ഈ വണ്ടർലയിൽ പോയിട്ട് അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലും റെയിൻ ഡാൻസൊക്കെ കളിച്ചിട്ടൊക്കെ വന്ന് നനഞ്ഞുകൊണ്ടാണ് തോന്നുന്നു ഒരു മൂക്കൊലിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് എക്സാം കൂടി ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വിട്ടത്, മരുന്നൊക്കെ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്. കാരണം അവൾക്ക് എന്തോ ഒരു തുമ്മലൊക്കെ കാലത്തേറ്റപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ പോയി. അപ്പം ഞാൻ നമ്മുടെ അതേ ചപ്പാത്തി 2 ചപ്പാത്തിയും പിന്നെ അവൾ കഴിച്ച പാത്രത്തിൽ കേട്ടോ ഞാൻ എടുത്തത്. അതാണ് ഇങ്ങനെ ഒരു മെസ്സിയായിട്ട് കിടക്കുന്ന പാത്രം. കുറച്ച് നമ്മുടെ കറി എടുത്തു. അപ്പം നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് ഇത് ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചാർക്കോൾ പൗഡർ വെച്ചിട്ട് നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാനും അതേപോലെ നമ്മുടെ ഫേസിലത്തെ കുട്ടി കുട്ടി രോമങ്ങൾ പോകാനും അതേപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയി ഫേസ് ക്ലിയർ ആവാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ചാർക്കോൾ പൗഡർ, നമ്മുടെ ഫേസിലത്തെ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇപ്പോൾ മേടിച്ചതാണ് ചാർക്കോൾ പൗഡർ. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് എങ്ങനെ മാസത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ചാർക്കോൾ പൗഡർ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാട്ടോ. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും അതേപോലെ നമ്മുടെ ഫേസ് ടൈറ്റ് ആവുക ക്ലിയർ ആവുക ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വലിയ ബ്രൈറ്റനിങ് എന്നൊന്നും ഞാൻ പറയണില്ല, ഫേസിൻ്റെ ഇഷ്യൂസ് കുറയ്ക്കും. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ലക്ഷ്യം. അതിലേക്ക് ഞാൻ ചെയ്യുന്ന മെത്തേഡായിട്ടോ ഞാൻ പറയുന്നത്. അതിലേക്ക് നമുക്ക് എഗ് വൈറ്റ് ഇല്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് ചാർക്കോൾ പൗഡർ 1 സ്പൂൺ എടുക്കുക, 1 സ്പൂൺ എഗ് വൈറ്റ്. അപ്പോൾ എഗ് വൈറ്റ് നമ്മുടെ ഫേസ് ടൈറ്റ് ആവാൻ സാഗ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമുക്ക് ആൻറ്റി ഏജിങ് പാക്കാണ്. അതേപോലെ നമുക്ക് ആ ഒരു നമ്മുടെ പോഴ്സൊക്കെ നന്നായിട്ട് ക്ലീൻ ആവും. നമുക്കിങ്ങനെ ഏജ് ആവും തോറും പോഴ്സ് ഇങ്ങനെ വിസിബിൾ ആയിക്കൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റായി പിന്നെ അതിൻ്റെ ഉള്ള അഴുക്കുണ്ടെങ്കിൽ ഒക്കെ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നമുക്കത് പീൽ ഓഫ് മാസ്ക് പോലെയും അല്ലാതെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എഗ് വൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമുക്കൊരു നല്ലൊരു സ്മൂത്തനിങ് ഫേസിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതിപ്പോൾ ഏത് ഗോതമ്പ് പൊടിയാണെങ്കിലും എടുക്കാം. അപ്പം നല്ല നൈസായിട്ടുള്ള ഗോതമ്പ് പൊടി, തരി കുറവുള്ള നൈസായിട്ടുള്ള ഗോതമ്പ് പൊടി എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചാർക്കോൾ മാസ്ക് നമ്മുടെ പീൽ ഓഫ് മാസ്ക് പോലെ, ഇതിപ്പോൾ ഞാൻ പീൽ ഓഫ് മാസ്ക് പോലെയാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവിടെയും പീൽ ഓഫ് ചെയ്യേണ്ട, പിന്നെ ഇത് എല്ലാവിടെയും ഇട്ട് കൊടുക്കാൻ വേണ്ട. നമുക്കിപ്പം മൂക്കുമ്മയാണ് ഭയങ്കര ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് ഉണങ്ങുമ്പോൾ നമുക്ക് പീൽ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ ഇപ്പോൾ രോമങ്ങളൊക്കെ ഫേസിലുണ്ടാവുമല്ലോ, ഹെയറൊക്കെ നമ്മുടെ അപ്പർ ലിപ്സിലും അങ്ങനെയൊക്കെ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അപ്പർ ലിപ്സിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ പീൽ ഓഫ് ചെയ്തെടുക്കാം. ഫേസ് ഫുള്ളായിട്ട് അങ്ങനെ പീൽ ഓഫ് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കാണിക്കേണ്ടത് മാത്രം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്കിത് ആഴ്ചയിൽ 1-2 തവണയൊക്കെ നമ്മുടെ മൂക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ എവിടെയാണോ കവിളിൻ്റെ ഈ ഒരു മൂക്കിൻ്റെ സൈഡിലൊക്കെ ചിലർക്ക് ഉണ്ടാവും ഭയങ്കര ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും. അപ്പോൾ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഐബ്രോമൊന്നും ആവാതെ ഭയങ്കര കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് പീൽ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഐബ്രോസിൻ്റെ ഹെയറൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ കുട്ടി കുട്ടി ഹെയറുകളുള്ളതൊക്കെ പോവും. അപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര ഹെയർ ഗ്രോത്ത് ഉള്ളവർക്ക് ഹെയറിൻ്റെ റൂട്ടിൽ നിന്ന് തന്നെ ഹെയർ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ വേണമെങ്കിൽ 1 തവണയൊക്കെ. അപ്പോൾ ഞാൻ ഈ ഐബ്രോമൊക്കെ ഇടുമ്പോൾ ഭയങ്കര സൂക്ഷിച്ചിടുക. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഐബ്രോ അടക്കം നമ്മളിങ്ങനെ പീൽ ഓഫ് ചെയ്യുമ്പോൾ പോവും. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ഇടുമ്പോൾ. അപ്പോൾ ഞാൻ ഇടുന്ന സമയത്ത് ചേട്ടനും ഉണ്ടായിരുന്നു അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്കൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ, നമുക്ക് കാണാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ചാർക്കോൾ പൗഡറിൻ്റെ വീഡിയോ എങ്ങനെയാണ് മേടിച്ചതെന്നൊക്കെ ഉള്ള ലിങ്ക് വയ്ക്കുന്നത്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. എടുക്കണ്ടട്ടാ കഴിഞ്ഞാൽ കരിക്ക് ചൂടി അതുപോലെ കട്ട് ജാതിന്ന് ആൾക്കാർ വലിയ. അപ്പോൾ ഇവിടെ ഇന്നലെ വൈകുന്നേരം ചേട്ടൻ ചെമ്മീൻ വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഉച്ചയ്ക്കിലേക്ക് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ നന്നാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനും കൂടിയിട്ടോ. അപ്പോൾ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട്, അത് ഉണങ്ങുന്നവരെ നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് നമ്മുടെ ചെമ്മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കിന്ന് പരിപ്പ് കറിയാണ്, പരിപ്പ് കുത്തിക്കാച്ചാന്ന് പറയില്ലേ, തക്കാളിക്ക് ഇട്ടിട്ട്, അതന്നെ. അപ്പോൾ അതേ നമ്മുടെ ഫേസ് പാക്ക് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഞാൻ അത്ര കട്ടിക്കിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടുന്ന മാതിരി നമുക്കൊരു ഷീറ്റ് മാസ്ക് പോലെ അങ്ങനെ അതേപടിയൊന്നും പോരില്ല. നമുക്കിങ്ങനെ ജസ്റ്റ് നമുക്കിങ്ങനെ പതുക്കേനെ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതുപോലെ നമുക്കിങ്ങനെ വലിച്ച് എടുക്കാമെന്ന് മാത്രം. ഞാനിപ്പോൾ ഫേസ് ഫുള്ളായിട്ടിട്ടുണ്ട്. ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഇങ്ങനെ പീൽ ഓഫ് ഒന്നും ചെയ്യില്ല കേട്ടോ. മെയിനായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പോൾ നമ്മുടെ നോസിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് കട്ടിക്കിട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പീൽ ഓഫ് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതായത് നമുക്ക് വേറെ എവിടെയും അങ്ങനെ ഫുള്ളായിട്ട് പീൽ ഓഫ് ചെയ്യണ്ട. കാരണം ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ചിലർക്ക് റെഡ്നെസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ
അത് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പം കാണിച്ചു തന്നു മാത്രം. പക്ഷെ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് നമുക്കൊരു വ്യത്യാസം കാണാം. നല്ല സ്മൂത്തായ മാതിരിയും ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ കുട്ടി കുട്ടി ഹെയറുകളുള്ളതൊക്കെ ഫേസിൽ നിന്ന് അങ്ങനെ നമ്മൾ പീൽ ഓഫ് ചെയ്യുന്നതിലൂടെ പോവും. പീൽ ഓഫ് ചെയ്യണമെന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മടി പിടിച്ചിട്ട് ഞാൻ പോയിട്ട് കഴുകി. വെറുതെ നമ്മൾ തേച്ച് കഴുകിയാൽ മതി, വെള്ളം നനച്ചാൽ തന്നെ പോവും. എന്താ വെച്ചാൽ ഇത് കുറേ പണിയെടുക്കണ്ട, മെനക്കെടണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പെട്ടെന്നൊരു നമുക്കൊരു ക്ലിയർ ആയിട്ട് അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് വരുന്നുണ്ട്, നമ്മുടെ സ്കിന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കഴുകിയെടുക്കാം. അത്യാവശ്യമൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് നോസിൻ്റെ അവിടെയൊക്കെ. ഷോ നോക്കട്ടെ. അത് എന്നിട്ട് ഇവിടെ ഒട്ടിപ്പിടിക്കുന്ന പശ പോലത്തെ സാധനം ഇവിടെ ഇരിക്കണം. അത് ഞാനെന്താ നിന്നിട്ട് കഴികളെ ചെയ്യാ തലപൊക്കെ എനിക്ക് കാണുന്നില്ല. കഴുകിക്കളയാണെങ്കിൽ പടി അപ്പം ഞാൻ റെഡിയാക്കിയപ്പോഴേ കുറച്ച് അധികമായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അമ്മ ഇട്ടു. അപ്പോൾ അമ്മ ഇടണം കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ എൻ്റെ മോൻ കൂടെ അല്ലേ ഉള്ളൂ, എൻ്റെ മോൻ കൂടി ഇട്ടോളാം. സൂസിയുള്ള വാലും കൊണ്ട് വന്ന് മുഖത്ത് വന്ന് ഇങ്ങനെ അടിക്കുക. അപ്പോൾ അത് അതിൽ എഗ്ഗിൻ്റെ മണമുള്ള കാരണേ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഉണ്ണിയുള്ള കാരണം ഞങ്ങൾ മുട്ട കൊടുക്കാറുണ്ട്, പാൽ കൊടുക്കാറുണ്ട്, ഒക്കെ കൊടുക്കും. അവൾക്ക് സെപ്പറേറ്റും പിന്നെ ബില്ലുവിനും കൊടുക്കും. കാരണം ചിലവ് ഭയങ്കര കൊതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനും കൊടുക്കും. അങ്ങനെ അപ്പോൾ ചേട്ടന് തെറ്റി കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ ഇരിക്കാറൊന്നും നിങ്ങൾക്ക് അറിയണമല്ലോ, ഒരു കാര്യത്തിനും വരില്ല. പിന്നെ ഇതെന്താണാവോ അമ്മയുടെ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ചേട്ടനും വന്നത്. അപ്പോൾ അതേ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങുമ്പോൾ ഞാൻ അങ്ങനെ പിച്ചി പൊളിച്ചെടുക്കുമ്പോൾ ആൾക്ക് വേനെടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു കഴുകിക്കോളാൻ. അപ്പോൾ പറഞ്ഞു, നീ പിച്ചി പൊളിച്ചത് കാണിച്ചു കൊടുത്തില്ലേ, ഇനിയിപ്പോൾ ഞാൻ പിച്ചി പൊളിച്ചിട്ട് എൻ്റെ മുഖം അങ്ങനെ പിച്ചി പൊളിച്ചെടുക്കണമെന്ന് കാണിച്ചില്ലെങ്കിൽ അത് പ്രശ്നമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ തന്നെ പറഞ്ഞു, ഞാൻ കഴുകിയിട്ട് വരാട്ടാന്ന്. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഹെയർ ഇങ്ങനെ പീൽ ഓഫ് ചെയ്യുമ്പോഴേ നമുക്ക് ചെറിയൊരു പെയിൻ ഉണ്ടാവും. ചെറിയ പെയിൻ, അത് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ആൾ കുറച്ച് കഴിഞ്ഞ് പോയിട്ട് കഴുകി. ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി കഴുകിയൊക്കെ കുഴപ്പമില്ല എന്നിട്ട്. അത് കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ഫേസിന് നല്ലതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ചാർക്കോൾ മാസ്ക് ഭയങ്കര നല്ലതാണ് സ്കിന്ന് ക്ലിയർ ആവാനായിട്ട്. അതായത് അഴുക്കുകളൊക്കെ പോയി നല്ലൊരു ക്ലീൻ ആവാനായിട്ട് ഭയങ്കര നല്ലതാണ്. പിന്നെ നമുക്ക് കുരുമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, കുരുമില്ലാത്ത ഭാഗത്തൊക്കെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ മെയിനായിട്ട് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഹെയർ, അതാണ് മെയിൻ. അപ്പം ഞാൻ നമ്മുടെ കുറച്ച് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ കുംഫുവിൻ്റെ സാധനങ്ങളൊക്കെ കസേരമൊക്കെ എടുക്കണുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പണികൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഷർട്ടൊക്കെ ഫുള്ള് ഇത് മുഖം കഴുകിയപ്പോൾ ആകെ ഈ ഒറ്റ വീണിട്ടേ, നമ്മൾ കഴുകിയപ്പോൾ ചാർക്കോളിൻ്റെ ഒക്കെ ആകെ ഒറ്റ വീണു. അപ്പോൾ അത് കറുത്തു. അപ്പോൾ ഞാൻ പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിക്കാൻ പോകേണ്ട ഇടയിൽ ചേട്ടൻ എനിക്ക് കരിക്ക് വെട്ടി തന്നു കേട്ടോ. അപ്പോൾ കരിക്കിൻ്റെ വെള്ളമാണ് നമ്മുടെ 11 മണിയിലത്തെ നമ്മുടെ എന്താ പറയുക ഇടവേള ഭക്ഷണം. അപ്പോൾ കരിക്കും വെള്ളം ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ട്. ഭയങ്കര നല്ലതാണ് നമുക്ക് കരിക്കും വെള്ളം കുടിക്കണതും. അതുകൊണ്ട് മുഖം കഴുകുന്നതും ഒക്കെ. നമ്മുടെ ടെൻഡർ കോക്കനട്ട് ടോണർ ഭയങ്കര ഇഫക്റ്റീവായിട്ടോ നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ. അപ്പോൾ അങ്ങനെ പോയി കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്തു. ഞാൻ പിന്നെ ഓൾറെഡി പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ടോണർ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുത്തു. അവസാനം നമ്മുടെ സൺസ്ക്രീൻ ഞാൻ എപ്പോഴും കാണിക്കാറില്ലാത്തതുകൊണ്ട് കാണിച്ചു എന്ന് മാത്രം. ലാഷിയുടെ SPF 50 ആണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും സൺസ്ക്രീൻ ഇടാം കേട്ടോ. ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, വീട്ടിൽ നിൽക്കുമ്പോൾ ഇടണോ, എന്തിനാ ഇടണേന്നൊക്കെ. പക്ഷെ ഇടണം കേട്ടോ. കാരണം ഞാനും അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു, ഇടാത്ത വ്യക്തിയായിരുന്നു. പക്ഷെ ഇട്ട് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായത്. ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴേ ചേട്ടന് പുറത്ത് പോയിട്ട് വന്നപ്പോൾ നമ്മുടെ മാംഗോസ്റ്റീനില്ലേ, ഇപ്പോൾ സീസണാന്ന് തോന്നുന്നു മാംഗോസ്റ്റീനിൻ്റെ. അപ്പോൾ അത് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഇട്ടാ. കുറേ കാലമായിട്ട് കിട്ടാറില്ല, ഇപ്പം കിട്ടിയിട്ടുള്ളതാണ്. ചെറിയൊരു പുളി മധുരമൊക്കെ ആയിട്ട്. അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ചിലത് ഉള്ളിൽ കേടുണ്ടായിരുന്നു കേട്ടോ. ചിലത് നോക്കിയിട്ട് വേണേ കഴിക്കുമ്പോൾ ചെറിയൊരു ചതഞ്ഞ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുരുണ്ട്. അത് ഒരു വലിയൊരു കുരു, ഒരു
ഭാഗത്ത് മാത്രം, ബാക്കിയുള്ള കുരുവൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. നിങ്ങളൊക്കെ കഴിച്ചു തുടങ്ങി, നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ? ചിലർക്ക് എപ്പോഴും കിട്ടുന്നുണ്ടാവും കേട്ടോ. ഇങ്ങനെ മറ്റേ മാളുകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവിടെയൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഫ്രൂട്ട്സൊക്കെ. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെയല്ലേ മേടിക്കുന്നത്. അവിടെ എപ്പോഴും ഉണ്ടാവില്ല, സീസണായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ നെയിൽ പോളിഷ് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൂടി കമൻറ്റ് വന്നു നെയിൽ പോളിഷ് നല്ലതാണ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ള നെയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ നെയിൽ പോളിഷ് ഇട്ടത് അത്ര ഭംഗിയൊന്നും ഇല്ല, അമ്മൂട്ടി ഇട്ട് തന്നതാണ്. ഇത് വന്നിട്ട് നൈക്കയുടെ നെയിൽ ഇനാമൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്, അതിലത്തെ കളറാട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു എന്ന് മാത്രം. എനിക്ക് ഇന്നാൾ കമൻറ്റ് വന്നിരുന്നു നെയിൽ പോളിഷ് നല്ലതാണ് ഏതാന്ന് വെച്ചിട്ട്. ഇത് എത്ര രൂപയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, കുറേ കാലമായിട്ട് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തോളുന്നു എന്ന് മാത്രം. അപ്പം നല്ല കടച്ചക്ക അതെ റെഡി ആയിട്ടുണ്ട്. നല്ല കുത്തിപ്പൊടി മുളകൊക്കെ ഇട്ടിട്ട് കാച്ചി സൂപ്പർബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ പരിപ്പൂട്ടാൻ. അപ്പോൾ അപ്പോഴേക്കും അമ്മൂട്ടി വന്നു, ഒരു 1-1:30 അപ്പം നമ്മൾ ചോറ് കഴിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ചോറാണ് കഴിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡയറ്റൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കിയേക്കാണ്. അതിൻ്റെ കാരണം നമുക്ക് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കടച്ചക്ക ഉണ്ട്, അതുപോലെ തന്നെ ഇതാ മാങ്ങച്ചാറുണ്ട്, പിന്നെ നമ്മുടെ കുത്തിപ്പൊടി മുളകും അതുപോലെ തന്നെ ഉള്ളിയും വേപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ് കറി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈയും കൂടി ഉണ്ട്. അപ്പോൾ സൂപ്പർബാണ്. എനിക്ക് ഈ പരിപ്പ് കൂട്ടാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. പരിപ്പ് കൂട്ടാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണക്കമീനില്ലേ, ഉണക്കമീനും പരിപ്പ് കറി. പണ്ട് ഞങ്ങൾ എന്താ പറയുക, വീട്ടിലൊന്നും ഒന്നും ഇല്ലാത്തപ്പോൾ മിക്ക ദിവസവും ഇത് തന്നെയായിരുന്നു കേട്ടോ, പരിപ്പ് കറി ഉണക്കമീൻ. പരിപ്പ് കറി ചിലപ്പോൾ ഉണക്കമീൻ ചുട്ടത്, അല്ലെങ്കിൽ എന്താ പറയുക ഉണക്കമീൻ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ വറക്കും, വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ചുടും. നമ്മൾ ഈ കനലിലിട്ട് ചുടില്ലേ. അപ്പോൾ അങ്ങനെ ഓർമ്മ വരും ഇതൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ പരിപ്പ് കറി കാര്യങ്ങളൊക്കെ നമ്മുടെ പണ്ടത്തെ മെയിൻ ദിവസമുള്ള ഫുഡായിരുന്നു. പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ വീട്ടിൽ മിക്ക ദിവസം പൈസ ഉണ്ടാവില്ല, അതിൻ്റെ ഓരോ കാലഘട്ടങ്ങൾക്ക് ഇങ്ങനെ ഓർത്തു പോവാം. അപ്പോൾ അതേ നമ്മുടെ അമ്മൂട്ടിയും അമ്മച്ചിയും കൂടിയിട്ട് ഇവിടെ പേരക്കുട്ടിയും അമ്മാമ്മയും കൂടിയിട്ടുള്ള കളിയാണ്. കുറേ പാവേനൊക്കെ നിരത്തി വെച്ച് ചായ കുടിക്കുന്ന സമയമാണ്. അപ്പോൾ മിക്സർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് അവൾ കഴിക്കാൻ്റെ ഇടയിൽ കൂടെ അതേ നമ്മുടെ ടെഡി ബിയറിനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇതൊക്കെയാണ് അമ്മൂട്ടിയുടെ പണിയിട്ടാ. അമ്മാമ്മയുണ്ട് ഒപ്പം കളിക്കാൻ. അങ്ങനെ അപ്പോൾ ഏകദേശം ഒരു 4 മണി 5 മണിയൊക്കെ ആയി. പിന്നെ എനിക്ക് കുറേ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോഴേ ഭയങ്കര. നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള ഫുഡിനുള്ള സംഭവം റെഡിയാക്കാം. വേറെ ഒന്നല്ല, ഗോതമ്പ് ദോശ. പരിപ്പ് കറി ഉള്ള കാരണേ ഗോതമ്പ് ദോശയും പരിപ്പ് കറിയും കൂട്ടി കഴിക്കാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതേ ഗോതമ്പ് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എനിക്കും അമ്മൂട്ടിക്കും പിന്നെ അമ്മയ്ക്കും. ചേട്ടന് ചോറ് നിർബന്ധം. അപ്പം ഞാൻ ഒരു പെട്ടെന്ന് വേവുന്ന അരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് വൈകുന്നേരം വീണ്ടും ഞങ്ങൾ വെക്കുക ചെയ്യണം. അരി പെട്ടെന്ന് കേടാവും, വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു സ്മെല്ല് മാറ്റം വരും. അപ്പം അതുകൊണ്ട് ചേട്ടന് അരി ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, ചോറ് വയ്ക്കുക, അരി ഇടണം. നാളെ അമ്മൂട്ടിക്ക് ബാഗും അതുപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാ നമ്മൾ ടൗണിലേക്ക്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് എടുക്കാമെന്ന് ഞങ്ങളന്ന് പറഞ്ഞിട്ട് അന്ന് സ്കൂളിൽ ചേർത്താൻ പോയപ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറ്റണ പോലെ ചെയ്യാട്ടോ. അപ്പോൾ പിന്നെന്താ, പിന്നെ ഇനി ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും സ്കിൻ കെയറിൽ അങ്ങനെ ഒന്നുമില്ല. സാധാരണ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ തന്നെ ഉള്ളു. അപ്പോൾ അത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ. അങ്ങനെ അമ്മൂട്ടി അവിടെ ഒരു സിനിമ വെച്ച് കാണുന്നുണ്ട്. ഞാനപ്പോൾ അമ്മ കുളിക്കാനും പോയി. നമ്മുടെ കുളി പിന്നെ നേരത്തെ കഴിഞ്ഞ കാരണം ഞാൻ പിന്നെ വിചാരിച്ചു ദോശ, ഞാൻ നേരത്തെ ഫുഡ് കഴിക്കാറുണ്ടേ, അപ്പം അത് കഴിക്കാം എന്ന് വിചാരിച്ചു. വേഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാമല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ അതേ വൈകുന്നേരത്ത് നമ്മുടെ ഫുഡ് നമ്മുടെ ഗോതമ്പ് ദോശയും പരിപ്പ് കറിയും പിന്നെ കുറച്ച് നമ്മുടെ കടച്ചക്ക കറിയും ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മഴയുണ്ടായിരുന്നു ചെറുതായിട്ട്. പിന്നെ അമ്മൂട്ടിക്കാണെങ്കിൽ പോയി വന്നതിൻ്റെ ആ ഒരു വെള്ളത്തിലൊക്കെ കിടന്ന് മറിഞ്ഞിട്ടേ അച്ഛൻ്റെ കൂടെ ആകുമ്പോൾ നമ്മൾ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും അങ്ങോട്ട് പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും എടുക്കില്ല. പിന്നെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.